ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വസുന്ധരയാണ് ഇവിടെ പ്രതിയെന്ന് ഇങ്ങനെ ഗൗതം എല്ലാവർക്കും മുന്നിൽ വെളിപ്പെടുത്താണ് കേട്ടോ. അങ്ങനെ വസുന്ധരയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൗതം. ഇത് കണ്ട് പാറുവും ഗോപിയൊക്കെ ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഇതേ സമയം വസുന്ധര ഒന്നും തന്നെ മിണ്ടുന്നില്ല. അങ്ങനെ ചോദിക്കുകയാണ്, അമ്മയല്ലേ CK ചന്ദ്രബോസിൻ്റെ വീട്ടിലോട്ട് നമ്മുടെ പ്രണവിനെ പറഞ്ഞു വിട്ടത് എന്ന് പറയുമ്പോൾ അവരൊന്നും മിണ്ടുന്നില്ല കേട്ടോ. തല കുനിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ഗൗതമിന് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. എന്നാലും എൻ്റെ അമ്മ ഇതിന് പിറകിൽ കളിക്കുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല. ആ CK ചന്ദ്രബോസിൻ്റെ വൈഫിനെ കൂടെ നിന്ന് അമ്മ എൻ്റെ അനിയനെ ഒരു ഫ്രോഡ് പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക എന്ന് പറയുന്നത് എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. എന്നാൽ അവരുടെ രജിസ്റ്റർ മാരേജ് അവർ നടത്താൻ ഒപ്പം നിൽക്കുന്നത് എൻ്റെ അമ്മയാണെന്നുള്ള സത്യം ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ നടുങ്ങിപ്പോയി എന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന വസുന്ധര ആകെ ഞെട്ടിപ്പോവാണ്. ഇതേ സമയം എല്ലാം അറിഞ്ഞു എന്ന പേടിയോടുകൂടി വസുന്ധര നിൽക്കുമ്പോൾ ഗൗതമിൻ്റെ വായിൽ നിന്ന് പോകുന്ന വാക്ക് അറുത്തു മുറിച്ച വാക്കായിരിക്കും കേട്ടോ. ഇത് കേട്ടതിനോടുകൂടി പാറു പറയണ, എന്തിനാ വസു നമ്മുടെ മകനെ ആ ശിവാനിക്ക് നീ വിട്ടുകൊടുക്കുന്നത്? നമ്മുടെ മകനല്ലേ പ്രണവ്. അവൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കുടുംബം ചിന്ന ഭിന്നമാക്കാനുള്ള അത്രയും മൂർച്ചയുള്ള വാക്കും വാളുമാണ് അവളുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് വസു, നീ എന്തിനാണ് ഇതിന് കൂട്ടുനിന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗൗതം പറയണം, ഇത്രയും നാളും അമ്മ അമ്മ എന്ന് വിളിച്ച് ആ രണ്ട് വാക്കിന് ഞാൻ അത്രയും വില കൊടുത്ത് എൻ്റെ അമ്മയെ ഞാൻ വിളിച്ചതിനുള്ള ആ ശിക്ഷയാണ് എനിക്ക് കിട്ടിയത്. ഏതിനും എൻ്റെ അമ്മയെ ഞാൻ കൂട്ടുപിടിച്ച് ഇപ്പോൾ അമ്മ എന്നെയും എൻ്റെ കുടുംബത്തെയും ഛിന്നഭിന്നമാക്കുന്ന ഈ പ്രവൃത്തി ചെയ്തത് ഇനി നിങ്ങൾ എൻ്റെ അമ്മയല്ല എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന വസുന്ധര ആകെ ഒരു നിമിഷം ഞെട്ടിപ്പോവാണ്. ഈശ്വര, ഇവൻ എന്തായി പറയുന്നത്? ഗൗതം, നീ എന്തായി പറയുന്നത്? മിണ്ടരുത്. ഇന്നത്തോടുകൂടി അമ്മ എന്ന വാക്ക് ഞാൻ നിർത്തിയിരിക്കുന്നു. അമ്മയെ കാണുന്നത് പോലും എനിക്കിഷ്ടമല്ല. നിങ്ങൾ എന്ന സ്ത്രീ എന്നേ എനിക്ക് ഉച്ചരിക്കാൻ കഴിയുള്ളൂ. കാരണം നിങ്ങളെപ്പോലെ ഇത്രയും വിഷകൂടം അത് ആർക്കും ഉണ്ടാവില്ല എന്ന് പറയട്ടോ. നിങ്ങൾ എൻ്റെ പ്രണവിനെ ആ ശിവാനിയെ കൊണ്ടുവന്ന് അവൻ്റെ ജീവിതം നശിപ്പിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ കല്യാണം ഇവിടെ വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മയെ സ്വീകരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഈ അമ്മ വേണ്ടെന്നേ ഞാൻ വെക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ വസുന്ധര ഞെട്ടാണ്. ഈശ്വര, എന്താ ഇവൻ ഈ പറയുന്നത്? എനിക്ക് അവൻ പ്രാണനാണ്, ജീവനാണ് എന്നുള്ള അതിൽ നിൽക്കുമ്പോൾ വസുന്ധര പിന്നോട്ട് തിരിയുമെന്ന പ്രതീക്ഷയാണ് അവിടെ ഗൗതമിനുണ്ടായത്. പക്ഷേ വസുന്ധരയാണെങ്കിലോ ആള് ഒരിക്കലും വിട്ടുപോയില്ല കേട്ടോ. അങ്ങനെ പാറു പറയണേ, ഏടി വസു, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമ്മുടെ പൊന്നു മോനല്ലടി പ്രണവ് എട്ടും പൊട്ടും തിരിയാത്ത അവനെ കൊണ്ട് നീ ഇങ്ങനെ ഒരു കടുങ്കയ്യ ശിവാനി എന്ന ആ പെണ്ണിൻ്റെ തന്ത്രങ്ങളിലൂടെ നമ്മുടെ പ്രണവ് വീണിരിക്കുകയാണ്. അത് നീ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവൻ ഇങ്ങോട്ടേക്ക് വരും. വസു, നീ ആ പറയുന്നതെന്ന് കേൾക്കുക. അവർക്ക് ഈ പറയുന്ന വിവാഹത്തിനുള്ള ഏർപ്പാട് നീ ചെയ്തു കൊടുക്കല്ലേ എന്നൊക്കെ പറയുമ്പോഴും വസുന്ധര അങ്ങ് പൊട്ടി കൊണ്ട് ദേഷ്യത്തോടു കൂടി അലറി വിളിച്ചുകൊണ്ട് പറയണേ, ഞാൻ ചെയ്യും. അത് കേൾക്കുന്ന ഗൗതം പറയണേ, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് എൻ്റെ അനിയൻ്റെ ജീവിതം തകർക്കുന്നത്? ഈ നിൽക്കുന്ന നിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി. ഈ നിൽക്കുന്ന നിൻ്റെ ഭാര്യ ഇവിടെ വന്നെങ്കിൽ ഈ നിൽക്കുന്ന അവളുടെ അമ്മാവൻ്റെ മകളായ ശിവാനി ഇവിടെ എത്തിയിരിക്കുമെന്ന് പറയണേ. ഇത് കേൾക്കുന്ന ഗൗതം അങ്ങ് ദേഷ്യപ്പെട്ടിട്ട്, നിങ്ങളെ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണം. എന്തിനാണ് നിങ്ങൾ അവളെ ഇവിടെ കൊണ്ടുവരുന്നത്? അവളുടെ സ്വഭാവം എല്ലാവരെയൊക്കെ കൂടുതൽ നിങ്ങൾക്ക് അറിയുന്നതല്ലേ എന്നിങ്ങനെ ഗൗതം പറഞ്ഞ ഉടൻ തന്നെ ശിവാനിയെക്കുറിച്ചും നിധിയെക്കുറിച്ചും അവിടെ വസുന്ധര പറയാണ് കേട്ടോ. അതായത് നിധി എന്ന് പറയുന്ന ഫ്രോഡ് പെണ്ണിനെ നിനക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമെങ്കിൽ എനിക്ക് ശിവാനിയെ കൊണ്ടുവരാം. എനിക്ക് നിധിയെ ഇഷ്ടമല്ല. ഈ വൃത്തികെട്ടവളെ എൻ്റെ കൺമുന്നിൽ നിൽക്കുന്നത് പോലെ എനിക്ക് ഇഷ്ടമല്ല. അത് കേൾക്കുന്ന ഗൗതം പിന്നീട് ഒന്നും മിണ്ടാനാവാതെ തൻ്റെ അമ്മയുടെ ഉള്ളിലുള്ള നിധിയോടുള്ള പക അങ്ങ് സഹിക്കാനാവാതെ അങ്ങ് തളർന്നു നിൽക്കുക കേട്ടോ. ഇതേ സമയം എനിക്കിഷ്ടമല്ല, നിന്നെ കാണുന്നത് എനിക്കിഷ്ടമല്ല, ഇവളെ കാണുന്നത് എനിക്കിഷ്ടമല്ല. ഇവൾ നിൻ്റെ ജീവിതത്തിൽ നിന്നും നീ പറഞ്ഞു വിടാ എങ്കിൽ ശിവാനി എന്ന മാരണത്തെ ഞാൻ ഈ പറയുന്ന പ്രണവിൻ്റെ ജീവിതത്തിൽ നിന്നും പറഞ്ഞു വിടും. ഇവളെ നീ മുറുക്കി പിടിക്കുകയാണെങ്കിൽ ശിവാനി പ്രണവിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന വസുന്ധരയോട് ഗോപി, എന്തിനാ വസു നീ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്? എന്തിനു വേണ്ടിയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു. ഇവളോടുള്ള പക, ഇവൾ എന്നെ എല്ലായിടത്തും എന്നെ അപമാനിച്ചും കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ശത്രുവാണ് ഈ നിൽക്കുന്നവൾ. അവളെ എനിക്ക് ഇഷ്ടമല്ല. ഇവൾ ഈ വീടിൻ്റെ പടിയിറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ സ്വസ്ഥതയും സമാധാനം തിരികെ കിട്ടുമെന്ന് പറയുമ്പോൾ ഗൗതം പറയണേ, നിങ്ങളെ ഞാൻ അമ്മ എന്ന് വിളിച്ചത് ആ അമ്മ എന്ന് വിളിച്ചതും വിളിയായിട്ടല്ല, ആ വാക്കിന് അർത്ഥം അറിഞ്ഞാണ് ഞാൻ വിളിച്ചത്. അത്രമാത്രം നിങ്ങളെ ഞാൻ സ്നേഹിച്ചിരുന്നു. എൻ്റെ പാറുവിനേക്കാൾ കൂടുതൽ ഇഷ്ടം നിങ്ങളോടായിരുന്നു. എന്നിട്ടും നിങ്ങളെ ഞാൻ സ്നേഹിച്ചിട്ടും നിങ്ങൾ എനിക്ക് തന്നതെന്താ? എനിക്കിഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ ഞാൻ വിവാഹം ചെയ്തു. അവളെ സ്വസ്ഥതയും സമാധാനവുമായി ജീവിക്കുമ്പോൾ ഞങ്ങൾക്കിടയിൽ കരടായി എനിക്കിഷ്ടമില്ലാത്ത പെൺകുട്ടിയെ എൻ്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവരുന്നതാണ് ഒരു അമ്മയുടെ യഥാർത്ഥ
സ്വഭാവം ഒരു അമ്മ ചെയ്യേണ്ട കാര്യമാണോ നിങ്ങൾ ചെയ്യുന്നത്? ഇത്രയും നാൾ അമ്മ വിളിച്ചതൊക്കെ വേസ്റ്റായിപ്പോയി. നിങ്ങളെപ്പോലെ ഒരു സ്ത്രീക്ക് അമ്മ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാത്തത് കൊണ്ട് തന്നെ നിങ്ങളത് വിളിക്കാൻ പാടില്ലായിരുന്നു. പെറ്റമ്മ എപ്പോഴും പെറ്റമ്മയാണ് എന്ന് പറയുമ്പോൾ അവിടെ വസുന്ധര ഒന്ന് ഞെട്ടി നിൽക്കണോ. ഈ സമയം പാറു ഒന്ന് പേടിക്കുന്നു. ഈശ്വര, ഇതെന്താ ഇങ്ങനെയൊക്കെ ഗൗതം സംസാരിക്കുന്ന എന്ന ഭാവത്തിൽ പാറു ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ. ഇതേ സമയം ആടാ, നീ പറഞ്ഞത് കാര്യം തന്നെ ആയിരിക്കും, പെറ്റമ്മ ആയിരിക്കും. അപ്പോഴേക്കും പാറു ഇടപെടണേ. വസു, നീ നിൻ്റെ മുൻചുണ്ടി കൊണ്ടും നിൻ്റെ ദേഷ്യം കൊണ്ടും നീ ഇപ്പോൾ ഈ ചെയ്യുന്നത് വളരെ ഒരു ചീത്ത പ്രവൃത്തിയാണ്. അത് നിനക്ക് തന്നെ തിരിച്ചടിക്കും. ഇന്നല്ലെങ്കിൽ നീ അറിയും. ശിവാനി എന്ന് പറയുന്നവളെ കുറിച്ച് നിനക്കറിയുന്നതാണ്. അവൾ സ്വത്തിനും മുതലും മാത്രം വേണ്ടി ജീവിക്കുന്ന, അവൾക്ക് ആരെയും സ്നേഹിക്കാൻ കഴിയില്ല. അതൊക്കെ നിനക്കറിയുന്ന. എന്തിനാണ് അവളെ പോലെ കൊണ്ടുവരുന്നത്? ഇവളെ തകർക്കാൻ, ഇവളെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കാൻ. എനിക്ക് ഇവളെ കണ്ടുകൂടാ. ഈ നിധി എന്ന മരണത്തെ എനിക്ക് ഇഷ്ടമല്ല. നിധി ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഈ പ്രശ്നത്തിനൊരു പരിഹാരമാവും എന്ന് പറയുമ്പോൾ ഗൗതം നിധിയെ ചേർത്ത് പിടിച്ചിട്ട്, ഇവളെൻ്റെ ഭാര്യയാണെങ്കിൽ, ഇവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇവളെന്നും ഇവിടെ ഉണ്ടാവും. എൻ്റെ കുഞ്ഞിൻ്റെ എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയായി തന്നെ ഇവളിവിടെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വസുന്ധര പറയുകയാണ്, എങ്കിൽ ശിവാനി ഇവിടെ കയറി വന്നിരിക്കും. എന്നാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇന്നത്തോടു കൂടി നിർത്തുന്നു. ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട്. നിങ്ങൾ പല ശത്രുതയും എന്നോട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് എൻ്റെ കൺമുന്നിൽ എനിക്ക് വെളിവായതാണ്. ഈ CK ചന്ദ്രബോസിനെ വെച്ച് ഈ ശിവാനിയെയും കൂട്ടി നിങ്ങൾ എനിക്കുണ്ടായ ആ ടെൻഡർ അടിച്ചു മാറ്റിയപ്പോഴും എൻ്റെ അമ്മയാണ്, എൻ്റെ അമ്മയുടെ ഒരു കയ്യബദ്ധം എന്നൊക്കെ കരുതിയാണ് ഞാനത് വിട്ടത്. അത് കേൾക്കുന്ന വസുന്ധര ആകെ ഞെട്ടോ. എടാ ഗൗതം, നീ എന്താടാ ഈ പറയുന്നത്? അതെ, CK ചന്ദ്രബോസിന് ടെൻഡർ ഒറ്റിക്കൊടുത്തതും നിങ്ങളാണെന്നും ഈ പറയുന്ന എല്ലാ പ്രവൃത്തിയും അതുപോലെ ഓഫീസിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും ഫയർ ഉണ്ടാക്കിയതും ഒക്കെ നിങ്ങളാണെന്നും എല്ലാ സത്യവും എനിക്കറിയാം. പക്ഷെ അത് അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ ഞാൻ ഭാവിച്ച് നടന്നിരുന്നത്. ഇന്നല്ലെങ്കിൽ എൻ്റെ അമ്മ എന്നെ അത്രമാത്രം സ്നേഹിക്കുന്ന എൻ്റെ അമ്മ തെറ്റും ശരിയും വേർതിരിച്ചറിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമെന്നാണ്. പക്ഷേ എൻ്റെ അമ്മ ഇപ്പോൾ ഫ്രോഡ് വഴിയിലൂടെയാണ് പോകുന്നത്. നിങ്ങളെ ഞാൻ അമ്മ എന്ന് വിളിക്കാൻ പാടില്ല. നിങ്ങളിപ്പോൾ ഫ്രോഡ് വഴിയിലൂടെ പോയിട്ട് ഈ കുടുംബം തകർക്കുന്ന പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ എന്ന വ്യക്തി എനിക്ക് മുന്നിലില്ല, അമ്മ എന്ന വ്യക്തി എനിക്ക് മുന്നിലില്ല. എനിക്കെൻ്റെ പാറു എൻ്റെ ഗോപിയും മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഗൗതം നിധിയെയും ചേർത്ത് പിടിച്ച്, ഇവളെൻ്റെ ഭാര്യയാണെങ്കിൽ ഇവൾ ഞാൻ മരിക്കും വരെ, എൻ്റെ മരണശേഷമായി ഇവൾക്ക് എന്നെ വിട്ടു പോകാൻ കഴിയുള്ളൂ. അതുവരെ ഇവൾ എന്നിലുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുമ്പോൾ വളരെ സങ്കടമാവണിട്ട് നിധിക്ക്. നിധി ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ പകയും വിദ്വേഷവും മനസ്സിൽ ഉള്ളത് പുറത്ത് ചാടിയിരിക്കുമ്പോൾ നിധിക്ക് സങ്കടമാവണം. അപ്പോൾ ഈ സമയം ഗോപി വസുന്ധരയോട് ചോദിക്കുകയാണ്, എന്തിനു വേണ്ടിയാണ് വസു നമ്മുടെ കുടുംബം നീ തകർക്കുന്നത്? ഈ ശിവാനി എന്ന് പറയുന്നവളെ നിനക്ക് നന്നായി അറിയാം. അവൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ കാണുന്നതല്ല, അവളുടെ കഴുത്തിൽ പ്രണവിൻ്റെ താലി വീണ് കഴിഞ്ഞാൽ അവളുടെ യഥാർത്ഥ സ്വരൂപം നീ അറിയും. അവൾ എന്താണെന്ന് നീ മനസ്സിലാക്കും. അന്ന് നിനക്ക് തെറ്റ് തിരുത്താൻ പറ്റില്ല. നീ അതിന് നിൽക്കണ്ട. അവരുടെ വിവാഹം രജിസ്റ്റർ മാരേജ് നടത്താൻ CK ചന്ദ്രബോസിൻ്റെ ഭാര്യ വഴി നീ അത് ചെയ്തു കൊടുക്കണ്ട. അത് നിൻ്റെ കുഴി തോണ്ടുന്നതിന് തുല്യമാണ് എന്നൊക്കെ പറഞ്ഞു പോകുമ്പോഴും അവിടെ നിധിയോടുള്ള പക അതേ വാക്കുകൾ തന്നെ പാറും ആവർത്തിക്കൂട്ടാം. അങ്ങനെ ഗൗതം പറയുന്നുണ്ട്, ഈ വീട്ടിൽ ഇനി ഈ പ്രണവ് ശിവാനിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ പിന്നെ എനിക്ക് അമ്മ എന്ന വ്യക്തിയില്ല എന്ന് ഗൗതം പറഞ്ഞിട്ടങ്ങ് പോകുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി കിടുക്കൻ സീനാണ്. ഇനി ഗൗതമും വസുന്ധരയും തമ്മിൽ തെറ്റുന്ന ആ സീനാണ് ഇനി കാണാനിരിക്കുന്നത്. എന്തായാലും ശിവാനിയെ കല്യാണം കഴിക്കുക അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. എങ്കിലാണ് വസുന്ധര ഒരു പാഠം പഠിക്കുന്നത്. താൻ വിചാരിച്ച ഒരു പെൺകുട്ടിയല്ല വിവാഹം കഴിക്കേണ്ടത്. നിധി എത്ര മാത്രം മൂല്യമുള്ള ഒരു പെൺകുട്ടിയാണെന്നുള്ള സത്യം ഇനി വസുന്ധര മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ.